ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ആലൂ ടിക്കി പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് പൊട്ടാറ്റോ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. ഇത് ഞാൻ കുറച്ചുകൂടി സിമ്പിളായിട്ട് എൻ്റെ ഒരു വേർഷനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു 3-4 ഉരുളക്കിഴങ്ങ്, ഞാനിവിടെ അത്യാവശ്യം വലുതാണ് എടുത്തത്. 3-4 ഉരുളക്കിഴങ്ങ് എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകണം. കഴുകി കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കുക്കറിൽ ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെക്കണം. ഞാനൊരു 3-4 വിസിൽ വരെ വേവിച്ചിട്ടുണ്ടായിരുന്നു. നന്നായി വേവുന്നതാണ് ഇതിന് നല്ലത്. പിന്നെ ഞാൻ ഒരു വലിയ ഉള്ളി എടുത്തിട്ട് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ അപ്പം അത് വേവുന്ന സമയം കൊണ്ട്, ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് വേവുന്ന സമയം കൊണ്ട് ജസ്റ്റ് ഒരു ഉള്ളി എടുത്ത് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഫൈൻ ചോപ്ഡ് ആയിട്ടിരിക്കുന്നതാണ് ഈ ഒരു ഡിഷിനേക്ക് നല്ലത്. ഈ ഉള്ളി നമുക്ക് വേവിക്കാനൊന്നുള്ളതല്ല, ഇത് ജസ്റ്റ് നമ്മളത് കുക്ക് ചെയ്ത് തന്നെ പച്ചയ്ക്ക് ആഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നന്നായി ചെറുതായിട്ടിരിക്കുന്നതാണ് നല്ലത്. ഈ കാണുന്ന പോലെ കനം കുറച്ച് ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില വേണം. അതും ഇതേപോലെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഏകദേശം ഇപ്പോൾ കുക്കറിനൊരു 3-4 വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓഫാക്കിയിട്ട് അതിൻ്റെ എയർ പോകുന്ന വരെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഏകദേശം എയർ പോയി കഴിയാനായിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. തുറന്നു നോക്കിയിട്ട് ഇതുപോലെ ഇതിൻ്റെ സ്കിന്ന് പീൽ ചെയ്ത് കളയാണ്. എല്ലാത്തിൻ്റെയും നമുക്ക് പെട്ടെന്ന് കിട്ടും. ഞാൻ കുറച്ച് വെള്ളം കളഞ്ഞിട്ട്, ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യാൻ വെച്ച വെള്ളം കളഞ്ഞിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതാവുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് കൈ കൊള്ളാതെ പെട്ടെന്ന് പീൽ ചെയ്തെടുക്കാൻ പറ്റും. കഴിയുന്നതും കുറച്ച് ചൂടോടെ ആണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ സ്കിന്നും കൊണ്ട് പോരും. പിന്നെ നമുക്കിതിന് എല്ലാം നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിയും മല്ലിയിലേൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായി സ്മാഷ് ചെയ്തെടുക്കണം. സ്മാഷ് ചെയ്യുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് കട്ടായിപ്പോയി, ഞാൻ മുഴുവൻ എടുക്കാൻ മറന്നുപോയി. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ 2 സ്പൂണോളം മൈദയോ ഗോതമ്പ് പൊടിയോ ഇനി അല്ലെങ്കിൽ കടലമാവോ എന്തെങ്കിലും ഒരു ഫ്ലോർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഓൾറെഡി നമുക്ക് പൊട്ടാറ്റോയിലൊരു ഈർപ്പം ഉണ്ടാവുമല്ലോ, അതും പിന്നെ ഇതിനൊരു തിക്നെസ് കിട്ടാനും കുറച്ച് നമ്മളൊരു ഷേപ്പിലൊക്കെ ആക്കുന്ന സമയത്ത് നേരെ നിൽക്കാനും വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഞാനിതിന് മുന്നേ ഒരു ഫ്ലോറും ആഡ് ചെയ്യാതെയും ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴും നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടാണ്. നമ്മുടെ ചിക്കൻ മസാലയും ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ എടുത്തു വെക്കുന്നതാണ്. അതാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ എന്തെങ്കിലും തടവിയിട്ട് ജസ്റ്റ് ഇതൊരു ഷേപ്പിൽ, എന്തെങ്കിലും ഒരു ഷേപ്പിൽ നമുക്കിങ്ങനെ ഉരുട്ടിയെടുത്ത് വെക്കാം. അങ്ങനെ കുറച്ചെണ്ണം ഉരുട്ടിയെടുത്തിട്ട് ഞാൻ ഇതുപോലെ വെക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ ഷേപ്പൊന്നും ഒരുപോലെ, കനമൊന്നും ഒരുപോലെയല്ല. ഞാൻ ജസ്റ്റ് വീട്ടിലേക്ക് ആവശ്യമായതുകൊണ്ട് ജസ്റ്റ് എൻ്റെ ഇഷ്ടത്തിന് കുറച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെക്കുകയാണ്. വെച്ച് കഴിഞ്ഞതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആസ് യൂഷ്വൽ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ മറ്റേ ഭാഗത്തേക്ക് മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. ഇത് ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് പൊട്ടാറ്റോ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നമുക്കിത് സോസിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.